കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇപ്പോഴേ മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇതെന്തോ മീനാണെന്ന്. ഇത് നമ്മുടെ മാന്തലിൻ്റെ സൈസാണ്. പക്ഷെ അത് ഇച്ചിരി ഇവിടെ മാന്തലിനേക്കാൾ വീതിയുള്ളതാണ്. അത് മാന്തൽ എന്നാണെന്നോ പറയുന്നത്. അത് കണ്ട കഷ്ണമാക്കിയതാണ്. ഇത് കഷ്ണമാക്കി മേടിച്ചുകൊണ്ട് വന്നത്. ഇതൊരെണ്ണം വറക്കാനായിട്ട് കൊണ്ടുവന്നത്. അത് ഞാനിങ്ങനെ നിങ്ങളെ കൂടെ കാണിക്കുമായിരുന്നു. ചെങ്കല, അത് നമ്മുടെ നാട്ടിലെ ചെങ്കലവാണ്. ഇതുമെല്ലാം നമ്മുടെ നാട്ടിലെ മീനാണ്. ഇവിടെ മീനെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അവിടെ കടമീൻ വരുന്ന കൂട്ടൊന്നും മീൻ വരത്തില്ല. ഇവിടെ മീൻ വരുന്നത് ഇവിടുത്തെ തോട്ടിലെയും ആറ്റിലെയൊക്കെ മീൻ. അത് ഇവിടെ മേടിക്കത്തില്ല. ഇവിടെ ഉള്ളവരൊക്കെ അത് മേടിക്കുന്നത്. ഇത് വലിയ മാർക്കറ്റാണ്. അവിടെ ദൂരമാണ്. അവിടെ പോയാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആഴ്ചയിലൊരു വട്ടമൊക്കെ അവർ പോകത്തുള്ളൂ. ഞായറാഴ്ച ദിവസമൊക്കെ പോകാനൊക്കത്തുള്ള ദൂരമായതുകൊണ്ട്. അപ്പോൾ അതുമെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഇതിനി 2-3 ദിവസത്തേക്കൊക്കെ എടുക്കും. ഇത് വറക്കും, കറി വെക്കും. ഇത് മാങ്ങയും പുളിയും കൂടി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഇത് വറക്കാൻ. ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കും. അത് 2 ദിവസം കഴിഞ്ഞെടുക്കും. എടുത്ത് കറിയൊക്കെ വെക്കും. പിന്നെ ഇത് ഇപ്പോൾ ഉച്ചക്കത്തെ കറി വെക്കാനാണ്. അതിനി എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം. ഞാൻ മീൻ കറി വെക്കാൻ, മാന്തൽ കറി വെക്കാൻ തേങ്ങ, മുളകും മഞ്ഞളും മല്ലിപ്പൊടി എല്ലാം അരച്ച് വെക്കുക. എല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ മീനിടാം. ഒത്തിരി വേവുള്ള മീനല്ലല്ലോ. അപ്പം പിന്നെ ഒത്തിരി അപ്പം അതിനാവശ്യമുള്ള മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങ, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, 2 കഷ്ണം പുളിയും കൂടെ ഇടണം. കഷ്ണം പുളി ഇട്ട് ഉപ്പ്, ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ മീൻ അങ്ങോട്ട് പെരക്കിയിടാം. പുളിയും മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ഇട്ടത് നിങ്ങളെ കാണിച്ചില്ല. അത് ഞാൻ മറന്നുപോയി ഇടാൻ. അത് ഇവിടെ വെച്ചേക്കുമായിരുന്നു. അത് ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ട് അപ്പം പുളിയുടെ അപ്പം ഇനി അത് അവിടെ ഇരുന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് ഈ മീനധികം വേവുള്ളതല്ല. ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അല്പം പുളി അതിനാ നേരത്തെ തിളപ്പിക്കുന്നത്. ഇനി ഇവിടെ ഇരുന്നത് വേവട്ടെ. അപ്പം നമ്മുടെ കറി എല്ലാം പരിവായൊന്നും നോക്കണ്ട. നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടോ? ഇനി മീൻ വറക്കാൻ പോവാം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് പിന്നെ മീൻ വറക്കാൻ പോവാം. അപ്പം ഇത് തീ കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. നമുക്കൊരു മീൻ അങ്ങോട്ട് പെറുക്കിയിടാം.
നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വറുത്ത് എടുക്കാം. ശകലം പുളിവെള്ളം കൂടെ കൊണ്ടൊഴിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ ഇന്ന് അങ്ങോട്ട് റെഡിയാകും. സെറ്റാവട്ടെ. ഇതാണ് നമ്മുടെ മീൻകറി. ഉണ്ടോ എല്ലാം നല്ല വെന്ത് പുളിയും മാങ്ങയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയെല്ലാം ഇട്ട് നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. ഇതാണ്ട മീൻ വറുത്തത് ഇതും അതുപോലെ തന്നെ. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊന്ന് കണ്ടതാ, ഒരു വീഡിയോ കണ്ടതാ. ഞാനങ്ങനെ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കഴിക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാന്തൽ കറി വെച്ച മാങ്ങയും പുളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കറി വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടിട്ട് എന്തൊരു ഭംഗി. പിന്നെ കണ്ട നമ്മുടെ മാന്തൽ വറക്കുന്നു. അത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഓരോ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്ത് നോക്കിയതാണ്. ഇത്രമാത്രം നല്ലതാകുമെന്നൊന്നും അറിയത്തില്ല, കഴിച്ച് നോക്കുമ്പോഴറിയാം. ഇനി അടുത്ത വീഡിയോ കാണാം.